ഫൈനലി നമ്മുടെ CMF നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡ് അവരുടെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോണിൻ്റെ കുറച്ച് ലീക്കർ റൂമേഴ്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. മെയിൻലി അതിൻ്റെ ആ ഒരു റൊട്ടേറ്റിംഗ് ഡയലും അതിൻ്റെ കളേഴ്സും മറ്റ് അല്ല ചില്ലറ കാര്യ ഡീറ്റെയിൽസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി എടുത്ത് നോക്കിയാൽ 6.67 ഇഞ്ചസിൻ്റെ OLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വിത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സെയിം ആസ് നമ്മൾ നത്തിങ് ഫോൺ 2A അതേ ഡിസ്പ്ലേയാണ് ഇതിലിവിടെയും കൊടുത്തിരിക്കുന്നത്. കൂടെ അല്ലാണ്ട് നല്ല സീംലെസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ യൂണിഫോം ബസ്സിലായിരിക്കും നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൽ വരാൻ പോകുക എന്നാണ് ലീക്സിലൊക്കെ പറയുന്നത്. ചില ലീക്കർ റൂമേഴ്സ് പറയുന്നത് IPS LCD ഡിസ്പ്ലേ ആയിരിക്കും വരുന്നതെന്നൊക്കെയാണ്. പക്ഷേ അതല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം OLED ഡിസ്പ്ലേ ആയിരിക്കും മെയിനിൽ വരാൻ പോകുന്നത്. ബാറ്ററി 5000 mAh ബാറ്ററി ആണെന്ന് ലീക്കർ റൂമേഴ്സ് പറയുന്നത് വിത്ത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്. കൂടാണ്ട് തന്നെ ചാർജർ ഇൻസൈഡ് ബോക്സിലില്ല എന്ന് വെച്ചാൽ ചാർജർ അകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ബ്രാൻഡഡ് ചാർജേഴ്സ് കമ്പനിയുടെ വാങ്ങിക്കേണ്ടി വരും. ഈ LPDDR4X റാമും വിത്ത് UFS 2.2 പിന്നെ അല്ലാണ്ട് സ്റ്റോറേജ് നോക്കുന്നതാണെങ്കിൽ 128 GB അതുപോലെ തന്നെ 256 GB ഹയർ വേരിയൻറ്റും ഉണ്ട്. ഇനി റാമിനെ പറ്റിയാണ് നോക്കുന്നതെങ്കിൽ 6 GB ഉണ്ട്, അതുപോലെ തന്നെ 8 GB റാമും ഉണ്ട്. 6 GB റാം എടുക്കുന്നതായിരിക്കും ബെറ്റർ നോർമൽ യൂസിനാണെങ്കിൽ. അല്ലാണ്ട് നല്ല ഹൈ എൻഡ് മീൻസ് കുറച്ചുകൂടി മൾട്ടി ടാസ്കിങ് എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിങ് ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഗെയിമിംഗ് ഫോണല്ല അതിപ്പറേ പറയാം. എന്നാൽ ചെറിയ അത്യാവശ്യം ഗെയിമിങ്ങിനാണ് നിങ്ങൾ 8 GB നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഡിമെൻസിറ്റിയുടെ 7300 ആണ് ലീക്കിൽ പറയുന്നത്. വേറൊരു കാര്യം, ഈ 7300 7200 പവർഫുൾ ആണോ എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ സത്യത്തിൽ അങ്ങനെയല്ല. വെറുതെ ഒരു മീഡിയ ടെക്കിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് വെള്ളം പൂശിയിട്ട് പുതിയ പേരിൽ ഇറക്കുക. അതാണ് ഇവിടെ സംഭവം. നിങ്ങൾ ഈ ഫോണ് മേടിക്കുന്നത് ഗെയിമിങ്ങിന് അത്യാവശ്യം അതിനൊക്കെ ആണെങ്കിൽ നമ്മുടെ iQൻ്റെ Red9 ഉണ്ട്. ആ ഫോണ് നല്ലതാണ് ഇതിനേക്കാളും മേ ബി ഗെയിമിങ്ങിനാണെങ്കിൽ. നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ് കൂടുതൽ അറിയേണ്ടതെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നത്തിങ് ഫോൺ 2A നിന്ന് എന്തായാലും ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ആയിട്ട് സൈസിൽ സെയിം ആയിരുന്നെങ്കിൽ ഇവിടെ ക്യാമറയുടെ സ്ഥാനത്ത് അല്പം ചെറിയ വ്യത്യാസങ്ങൾ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടും സെയിം ആയ മറ്റുള്ള ഒരു 2A ചെന്നെടുക്കാനേ സാധ്യതയുള്ളൂ നത്തിങ്ങിൻ്റെ. അപ്പം അവരുടെ ഫോൺ തന്നെ ഒരു അടിയായിട്ട് ഇവർ അങ്ങനെ ഇറക്കത്തില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 16 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് അല്ലെങ്കിൽ ഒരു 12 അല്ലെങ്കിൽ ഒരു 16 MP ആയിരിക്കും മേ ബി വരുന്നത്. എനിക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് തീങ്ങുണ്ട്. വേറെ ഒന്നുമല്ല, ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആകുമ്പോഴേ നമ്മുടെ നത്തിങ്ങിനാണെങ്കിൽ അവരുടെ ഫോണിൽ ഗ്ലിഫ് ലൈറ്റാണ് അവർ മെയിൻലി അവരുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പിടിക്കുന്നത്. അപ്പോൾ CMFൻ്റെ ഐഡൻറ്റിറ്റി മേ ബി എന്തായിരിക്കുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു ട്വിറ്ററിൽ CMFൻ്റെ പേജിൽ. വേറെ ഒന്നുമല്ല, ഒരു സ്ക്രൂ എന്ന് വെച്ചാൽ സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സർഫസിൽ ഒരു സ്ക്രൂ വെച്ചിട്ട് ആ സ്ക്രൂ നമുക്ക് ഊരാൻ പറ്റുന്നതായിരിക്കാം മേ ബി. എന്ന് വെച്ചാൽ ആ സ്ക്രൂ മേ ബി ഫങ്ഷണൽ സ്ക്രൂ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ബാക്ക് പാനലിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ബാക്ക് പാനൽ ഫിറ്റ് ചെയ്തിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മേ ബി അതൊരു ഡിസൈൻ ഫാക്ടറായിട്ട് വെറുതെ വച്ചേക്കുന്നതോ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അറിയത്തില്ല, അത് ലോഞ്ച് ആകുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയായിരിക്കും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വേറൊരു കാര്യം, വേറൊരു പോസ്റ്റ് കൂടി അവരിട്ടായിരുന്നു സ്മാർട്ട് ഫോണിൻ്റെ പുറകുവശം ഒരു ഡയൽ വരുന്നത്. എന്ന് വെച്ചാൽ ആ ഡയൽ മേ ബി ഒരു ഫങ്ഷണൽ ഡയലായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഒരു ഡിസൈൻ ഫാക്ടറായിട്ട് വെച്ചേക്കുന്നതായിരിക്കാം. ഞാൻ അങ്ങനെ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവരുടെ തന്നെ CMFൻ്റെ തന്നെ CMF ബഡ്സിൽ അത് വെറും ഒരു സ്ട്രാപ്പ് കെട്ടിടാൻ വേണ്ടി മാത്രമായിരുന്നു ആ ഒരു ഡയൽ കൊടുത്തിരുന്നത്. പക്ഷേ അവരുടെ തന്നെ നെക്ക് ബാൻഡിൽ അതൊരു ഫങ്ഷണൽ ഡയലായിരുന്നു. എന്ന് വെച്ചാൽ സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനും. അപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ഇതുവരെയായിട്ടൊരു ഐഡിയ ഇല്ല. അത് ലോഞ്ച് ആകുമ്പോൾ അറിയാം. അപ്പോൾ അതിൻ്റെയും കൂടി അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അല്ലാണ്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ഏതൊക്കെ കളറിലാണെന്നും കൂടി അറിയാതെ ഈ വീഡിയോ പറഞ്ഞിട്ട് പോയ കാര്യമില്ലല്ലോ. അപ്പോൾ ഈ നമ്മുടെ സ്മാർട്ട് ഫോൺ വരുന്ന കളർ ഏതൊക്കെയെന്ന് വെച്ചാൽ മെയിൻലി ലെതർ ഫിനിഷ് മേ ബി വരാവുന്ന ഓറഞ്ച് കളറ്, പിന്നെ അല്ലാണ്ട് തന്നെ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ. അതിൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ലെതർ ഫിനിഷ് മേ ബി വരാൻ സാധ്യതയുള്ള ഓറഞ്ചിലായിരിക്കും. ഞാൻ ഓറഞ്ച് തന്നെ ലെതർ ഫിനിഷ് വരുമെന്നുള്ളതൊക്കെ പറയുന്നതിന് കാരണം വേറൊന്നും കൊണ്ടല്ല, CMF പോസ്റ്റ് ചെയ്തതിൽ മറ്റേ ഡയലുള്ള ഓപ്ഷനിൽ ലെതർ ഫിനിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെയാണോ തോന്നിയത്? താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ഒരു ബ്ലാക്ക് കളർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടായിരുന്നു. ലാസ്റ്റായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ് മേ ബി വരുന്നത് 90,999 എക്സാക്ട് 20,000 റുപ്പീസിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവാൻ പോവുക. എന്തായാലും ഒരു ഓഫറിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 19,999 സോ അപ്പോൾ ഇതേപോലത്തെ മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരു സ്റ്റേ സൂൺ വിത്ത് മെഗിസ്റ്റോ ടെക്കി.